Hi dear nurses, welcome to a new video. This is Vijita Anish. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. DHA Prometric MOH ഈ ഓരോ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ ആകുമ്പോൾ തന്നെ നിങ്ങൾ ഇത് വാച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ കീ പോയിന്റ്സ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിലാക്കുക. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ള കീ ഓർത്ത് വെക്കണം. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ആദ്യമേ ക്വസ്റ്റ്യൻ്റെ കണ്ടന്റ് മനസ്സിലാക്കുക, എന്നിട്ട് ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യാം. So here is the question. 18-year-old college student was rushed to emergency department, fainted at school, and he complained of severe pain at right lower quadrant. Upon palpation, right rebound tenderness is identified. And what is the most likely diagnosis of this patient? Okay, so ഇവിടെ ഈ ഒരു കോളേജ് സ്റ്റുഡൻറ്റ് ഹോസ്പിറ്റലിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നു. ദർ ഇസ് സിവിയർ പെയിൻ ഓൺ ദ റൈറ്റ് ലോവർ ക്വാഡ്രന്റ്. ഓക്കെ, സോ റൈറ്റ് ലോവർ ക്വാഡ്രന്റിൽ പെയിൻ ഉണ്ടായി. ഓൺ പാൽപേഷൻ, ഫിസിക്കൽ എക്സാമിനേഷനിൽ പാൽപേഷൻ ചെയ്തപ്പോൾ റൈറ്റ് റീബൗണ്ട് ടെൻഡർനെസ് ഉണ്ടായി. സോ റൈറ്റ് ലോവർ ക്വാഡ്രന്റ് പെയിൻ ആൻഡ് റൈറ്റ് റീബൗണ്ട് ടെൻഡർനെസ്. ഓക്കെ, സോ ഇത് യൂഷ്വലി അപ്പൻഡിസൈറ്റിസിന്റെ ഒരു സൈനാണ്. Okay, so now we will think about appendix. What is appendix? Appendix is like a anatomical structure which is attached with the ileocecal wall. Fine. So ഈ അപ്പൻഡിക്സിന് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ആണ് അപ്പൻഡിസൈറ്റിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. Whereas appendix is attached to ileocecal wall. It is located on the right lower quadrant. Fine. So ഈ അപ്പൻഡിക്സിന് ഒരു ഇൻഫ്ലമേഷൻ വരുമ്പോൾ സൈൻ ആയിട്ട് വരുന്നത് റൈറ്റ് ലോവർ റീബൗണ്ട് ടെൻഡർനെസ്സോ അല്ലെങ്കിൽ റൈറ്റ് ലോവർ ക്വാഡ്രന്റ് പെയിനോ ആണ്. മനസ്സിലാവുണ്ടോ? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതായിരിക്കാം? അപ്പൻഡിസൈറ്റിസ്. സോ എന്താ ഓപ്ഷൻ? അപ്പൻഡിസൈറ്റിസ് ഉണ്ട്, ലിവർ സിറോസിസ് ഉണ്ട്, കിഡ്നി സ്റ്റോൺ ഉണ്ട്, ഡിയോഡനൽ അൾസർ ഉണ്ട്. റൈറ്റ് ലോവർ ക്വാഡ്രന്റ് പെയിൻ എപ്പോഴും വരുന്നത് അപ്പൻഡിസൈറ്റിസിലായിരിക്കും. ലിവർ സിറോസിസ് ആണെങ്കിൽ അല്ലെങ്കിൽ ലിവർ ഡാമേജ് ആണെങ്കിൽ ദ പെയിൻ വിൽ ബി എക്സാക്ട്ലി അറ്റ് ദ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ്, കാരണം ലിവർ ഇസ് ലൊക്കേറ്റിംഗ് ഇൻ ദ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ്. കിഡ്നി സ്റ്റോൺസ് ആണെങ്കിൽ അത് ഫ്ലാങ്ക് റീജിയനിലായിരിക്കും പെയിൻ ഉണ്ടാവുക. ഓക്കെ, ഡിയോഡനൽ അൾസർ ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ഓൺ ദ റൈറ്റ് സൈഡ്. ഫൈൻ, സോ ഇറ്റ് വിൽ ബി ഓൺ ദ അപ്പർ സൈഡ്. സോ ഡിയോഡനൽ അൾസർ അപ്പർ സൈഡിലായിരിക്കും. കിഡ്നി ഇറ്റ്സ് ലൈക്ക് എ കിഡ്നി സ്റ്റോൺസ് ആകുമ്പോൾ ഇത് ഫ്ലാങ്ക് റീജിയനിലായിരിക്കും ഉണ്ടാവുക. ലിവർ സിറോസിസ് ലിവർ റിലേറ്റഡ് പ്രോബ്ലം ആണെങ്കിൽ റൈറ്റ് അപ്പർ ക്വാഡ്രന്റിലായിരിക്കും. അപ്പൻഡിസൈറ്റിസ് ആണെങ്കിൽ റൈറ്റ് ലോവർ ക്വാഡ്രന്റിലായിരിക്കും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അപ്പൻഡിസൈറ്റിസിൽ ബേസിക്കലി കാണുന്ന ഒരു സൈൻ എന്ന് പറഞ്ഞാൽ പാൽപേഷൻ ചെയ്യുമ്പോൾ റൈറ്റ് റീബൗണ്ട് ടെൻഡർനെസ്സും അതുപോലെ നമ്മൾ ഫീവർ ലൈക്ക് ഇൻഫെക്ഷൻ്റെ സൈൻസും. ഇൻഫെക്ഷൻ്റെ സൈൻസ് എന്തൊക്കെയായിരിക്കും? എലിവേറ്റഡ് ടെമ്പറേച്ചർ വരാം, ഹാർട്ട് റേറ്റ് എലിവേറ്റഡ് ആയിരിക്കാം. ഫൈൻ, ആൻഡ് ESR എലിവേറ്റഡ് ആവാം, WBC എലിവേറ്റഡ് ആവാം, നോസിയ വോമിറ്റിംഗ് ഉണ്ടാവാം. ഇതൊക്കെ സൈനാണ്. എന്നിരുന്നാലും രണ്ട് സൈനാണ് ബേസിക്കലി നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന് റൈറ്റ് ലോവർ റീബൗണ്ട് ടെൻഡർനെസ്സും അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റിൽ പെയിൻ ഉണ്ടാവും. അതിന് നമ്മൾ റോസിംഗ് സൈൻ എന്ന് പറയും. നോർമലി അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റിൽ എക്സാമിനർ പാൽപേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ് ലോവർ ക്വാഡ്രന്റിൽ ഉണ്ടാവുന്ന പെയിൻ. ദാറ്റ് മീൻസ് വെൻ യു അപ്ലൈ ദ പ്രഷർ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഇറ്റ് കോസസ് പെയിൻ ഓൺ ദ റൈറ്റ് ലോവർ ക്വാഡ്രന്റ്. ക്ലിയർ? അത് നമ്മൾ റോസിംഗ് സൈൻ എന്ന് പറയും. അപ്പോൾ അപ്പൻഡിസൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിന് അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ തന്നു, കണ്ടീഷൻ ഐഡന്റിഫൈ ചെയ്തു. ക്ലിയർ? അഡീഷണലി നമ്മൾ എന്തൊക്കെ പഠിക്കണം? എന്തൊക്കെയാണ് അഡീഷണൽ സൈൻസ് ആൻഡ് എന്താണ് ഏതൊക്കെ ഫിസിക്കൽ അതർ എക്സാമിനേഷൻസ് ആണ് ചെയ്യേണ്ടത്? ക്ലിയർ ആയില്ലേ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. The patient is 1 day post-operative repair of umbilical hernia.
large umbilical hernia, and the patient complains of abdominal pain and described a feeling of sutured give away. Upon assessment of the abdomen, the nurse observed evisceration. Okay, and what is the immediate response should be done or do? Fine. So, here immediate management. So, the nurse's immediate response. The immediate response is evisceration. So, now we have to think what is evisceration. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ഏതാണ്? എന്താണ് എവിസറേഷൻ? എവിസറേഷൻ എന്ന് പറഞ്ഞാൽ അബ്ഡോമിനൽ സർജറി കഴിഞ്ഞിട്ട് അബ്ഡോമിനൽ വൂണ്ട് പ്രോപ്പറായിട്ട് ഹീൽ ആവാതെ അബ്ഡോമിനൽ സ്റ്റിച്ചസ് ഗ്യാപ്പ് ആവുകയും ആ ഗ്യാപ്പായ പോർഷനിലൂടെ ഇന്റേണൽ ലൂപ്പ് ഓഫ് ഇൻറ്റസ്റ്റൈൻ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് വരുന്നതിനെയാണ് എവിസറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആവുണ്ടോ? സോ എവിസറേഷൻ എന്ന് പറഞ്ഞാൽ internal loop of intestine is protruding out. എന്തുകൊണ്ടാണ് അത് പ്രൊട്രൂഡ് ചെയ്ത് വരുന്നത്? ബിക്കോസ് ഈ വൂണ്ട് പ്രോപ്പർ ആയിട്ട് അടുത്ത് ഹീൽ ആവാത്തത് കൊണ്ട് അത് ഗ്യാപ്പ് ആവുന്നു. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള എവിസറേഷൻസ് അബ്ഡോമനിലാണ് കാണാറുള്ളത്. ഓക്കെ, സോ അബ്ഡോമിനൽ സർജറിയിലാണ് കോമൺലി കാണുന്നത്. എവിസറേഷൻ വരണമെങ്കിൽ അതിന് വൂണ്ട് ഗ്യാപ്പിംഗ് ഉണ്ടാവണം. ഓക്കെ, വൂണ്ട് ഗ്യാപ്പിങ്ങിന് നമ്മൾ ഡെഹിസൻസ് എന്ന് പറയും. ഇത് എവിസറേഷൻ, വൂണ്ട് ഗ്യാപ്പിംഗ്, ഡെഹിസൻസ്. അപ്പോൾ ഡെഹിസൻസ് ആൻഡ് എവിസറേഷൻ ഈ രണ്ട് കോംപ്ലിക്കേഷൻ സർജറി കഴിയുമ്പോൾ സാധാരണ കാണുന്നതാണ്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എവിസറേഷൻ ഉണ്ടായാൽ എന്ത് ചെയ്യും? മെഡിക്കേറ്റ് ഫോർ ദ പെയിൻ, ഇൻസ്ട്രക്ട് ദ ക്ലയന്റ് ടു കോഫ് ആൻഡ് ഹാവ് ദ ക്ലയന്റ് ടു പെർഫോം വാൽസൽവ മാനുവർ, കവർ ദ അബ്ഡോമൻ വിത്ത് സ്റ്റെറൈൽ സോഫ്റ്റ് സലൈൻ. ഓക്കെ, സോ ഇതിൽ മെഡിക്കേഷൻ ഫോർ പെയിൻ, ഇവിടെ പെയിൻ അല്ല, ഇവിടുത്തെ പ്രശ്നം ഇന്റേണൽ ലൂപ്പ് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ പെയിൻ മാനേജ്മെന്റ് കൊണ്ട് പ്രത്യേകിച്ച് ഇഫക്റ്റ് ഒന്നുമില്ല. സോ യു കെൻ റിമൂവ് ദാറ്റ് ആൻഡ് ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് ടു കോഫ്. വെൻ ദ പേഷ്യന്റ് കോഫ് ഇറ്റ് ഇൻക്രീസസ് ദ പ്രഷർ, സോ എവിസറേഷൻ വിൽ ഇൻക്രീസ്. സോ ദാറ്റ് ഈസ് ഓൾസോ റോങ്. ആൻഡ് ഹാവ് ദ പേഷ്യന്റ് പെർഫോം വാൽസൽവ മാനുവർ. പേഷ്യന്റിന് എന്ത് ചെയ്യണം? വാൽസൽവ മാനുവർ പെർഫോം ചെയ്യാനായിട്ട് പറയാം. വാൽസൽവ മാനുവർ ഇറ്റ്സ് ടേക്കിംഗ് ബ്രെത്ത് ആൻഡ് ഹോൾഡിംഗ് ദ ബ്രെത്ത്. So this is a procedure where the internal pressure will increase. Okay, so Valsalva manual internal pressure increased ആവുന്നത് കൊണ്ട് തന്നെ Valsalva manual ചെയ്ത് എന്ത് പറ്റും? പ്രൊട്രൂഷൻ കുറച്ചും കൂടെ കൂടാൻ ചാൻസ് ഉണ്ട്. Okay, cover the abdomen with a sterile soft saline or dressing, which is really important. Why? You know, because ഈ internal loop പുറത്തേക്ക് വരുമ്പോൾ ഇത് ഡ്രൈ ആവാനും ഇൻഫെക്റ്റഡ് ആവാനും ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ covering. So what is the first management of evisceration? It could be covering the abdomen or covering the eviscerated portion with a sterile non-adherent material. Sterile ആയിരിക്കണം, wet ആയിരിക്കണം, non-adherent ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ച് കവർ ചെയ്യണം. ഓക്കെ, സോ ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ഡോമിനൽ സർജറി കഴിഞ്ഞ പേഷ്യൻസിന് വന്ന എവിസറേഷനെ എങ്ങനെ മാനേജ് ചെയ്യും? So we have to learn evisceration. It is like an internal loop of intestine is protruding out, right? So adana evisceration. So evisceration will happen as a result of dehiscence. Wound dehiscence ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? എവിസറേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, വൂണ്ട് ഗ്യാപ്പിംഗ് ഉണ്ടാവുന്നതുകൊണ്ടാണ് എവിസറേഷൻ ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് വൂണ്ട് ഗ്യാപ്പിംഗ് ഉണ്ടാവുന്നത്? വൂണ്ട് ഗ്യാപ്പിംഗ് വരുന്നത് വൂണ്ട് ഡിലേഡ് ഹീലിംഗ് ആയതുകൊണ്ടോ, അത് ഡയബറ്റിസ് ആവാം, ഷുഗർ ലെവൽ ഇൻക്രീസ്ഡ് ആവുന്നതാവാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ, നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രഷർ കൂടുമ്പോൾ അങ്ങനെ വൂണ്ട് പ്രോപ്പറായിട്ട് ഹീൽ ആവാതിരിക്കാൻ ബേസിക്കലി ഇത് സംഭവിക്കുന്നത് ഈ ഡിലേഡ് വൂണ്ട് ഹീലിംഗും അല്ലെങ്കിൽ വൂണ്ട് ഗ്യാപ്പിംഗ് ഒക്കെ ഉണ്ടാവുന്നത് അബ്ഡോമനാണ്. ഓക്കെ, സോ ഒബേസിറ്റി ഉള്ള പേഷ്യൻസിന് അബ്ഡോമിനൽ സർജറി കഴിഞ്ഞാൽ സാധാരണ വരുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണിത്. അപ്പോൾ ഒരു ഒബേസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് സർജറിക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വി ഹാവ് ടു ആൻറ്റിസിപ്പേറ്റ് ദിസ് ആൻഡ് വി ഹാവ് ടു എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ് ടു റെഡ്യൂസ് ദ വെയിറ്റ്. മനസ്സിലായോ? വെയിറ്റ് ഒരുപാടുള്ള പേഷ്യൻസിന് വരാൻ ചാൻസ് ഉള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ് വൂണ്ട് ഡെഹിസൻസും എവിസറേഷനും. ക്ലിയർ? സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ക്വസ്റ്റ്യൻസ് ടുഡേ. സോ ഈ പറഞ്ഞിട്ടുള്ള ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ജസ്റ്റ് ഓർത്തിരിക്കുക, റിവൈസ് ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. സോ till then, bye. Thank you. God bless you all.